last 2 units of the course BSOE 144, and that is Unit 15 and Unit 16. Unit 15 is about interpretive ethnography. What are the objectives of this unit? Please see. The first objective is what is the interpretive research. Interpretive research എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. Then the evolution of interpretive ethnography. Interpretive എത്തനോഗ്രഫിയുടെ എവല്യൂഷൻ, അതിൻ്റെ പരിണാമ പ്രക്രിയ, പഴയ കാലത്ത് നിന്ന് ഇവിടം വരെ എത്തിയ ആ വഴികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ദെൻ ദ മീനിങ് ഓഫ് ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫി, ആൻഡ് ദെൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫി. ഇത്രയാണ് ഈ ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ്റർപ്രറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ എന്താണ്? നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനത്തിലൂടെ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന രീതിയാണ് ഇൻ്റർപ്രറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ദ റൂട്ട്സ് ഓഫ് ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫി ലൈ ഇൻ ഇൻ്റർപ്രറ്റീവ് റിസർച്ച്. അപ്പോൾ ഇൻ്റർപ്രറ്റീവ് റിസർച്ചിലാണ് ഇൻ്റർപ്രറ്റീവ് എത്തനോഗ്രഫിയുടെ റൂട്ട്സ് സ്ഥിതി ചെയ്യണത്. ഇൻ്റർപ്രറ്റീവ് റിസർച്ച് പാരഡൈം ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് സോഷ്യൽ റിയാലിറ്റി ഈസ് നോട്ട് സിംഗുലർ ഓർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇൻ്റർപ്രറ്റീവ് റിസർച്ചിൻ്റെ ആ മോഡൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൽ സോഷ്യൽ റിയാലിറ്റീസ്, അതിൽ പറയുന്നത് സോഷ്യൽ റിയാലിറ്റീസ് നോട്ട് സിംഗുലർ ഓർ ഒബ്ജക്റ്റീവ്. സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതൊരു സിംഗുലർ ആയിട്ടുള്ള ഒരു വൺ മാൻ ഷോ അതുപോലെയുള്ള കാര്യമല്ല, അതുപോലെ ഒബ്ജക്റ്റീവും അല്ല, ഒരു വസ്തുപരമായിട്ടുള്ളതും അല്ല, ഒരാളെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് റാദർ ഷേപ്ഡ് ബൈ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇറ്റ് ഷേപ്ഡ് ബൈ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സാമൂഹിക സന്ദർഭങ്ങളും അതുപോലെ ഹ്യൂമൻ എക്സ്പീരിയൻസും കൂടി ചേർന്നിട്ടാണ് ഈ സാമൂഹിക റിയാലിറ്റിക്ക് രൂപം നൽകുന്നത്. അതിന് ഓണോട്ടോളജി എന്നാണ് സാധാരണ പറയുന്നത്. ആൻഡ് ഈസ് ദെയർഫോർ ബെസ്റ്റ് സ്റ്റഡീഡ് വിത്ത് ഇറ്റ്സ് സോഷ്യോ ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് ഈ സോഷ്യൽ റിയാലിറ്റിയെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദെയർഫോർ ബെസ്റ്റ് സ്റ്റഡീഡ് വിത്തിൻ ഇറ്റ്സ് സോഷ്യോ ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റ്. അതിൻ്റെ സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ നിന്നിട്ട് വേണം ഈ സോഷ്യൽ റിയാലിറ്റിയെ പഠിക്കണമെങ്കിൽ. ബൈ റീകൺസിലിംഗ് ദ സബ്ജക്റ്റീവ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇറ്റ്സ് വേരിയസ് പാർട്ടിസിപ്പൻസ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പലതരം പാർട്ടിസിപ്പൻസ് ഉണ്ട്. ആ പാർട്ടിസിപ്പൻസിനെ എല്ലാം വളരെ വിശകലനം ചെയ്യണം. അതിനെ ശരിയായിട്ട് വിശകലനം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാമൂഹികവും ചരിത്രപരമായ, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് കൾച്ചേഴ്സ് ഫാർ അവേ ദേ സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ദ കൾച്ചേഴ്സ് വിച്ച് എക്സിസ്റ്റഡ് നിയർ ബൈ. അപ്പോൾ ദൂരെയുള്ള കാര്യങ്ങൾ പഠിക്കാതെ അവനവൻ്റെ നാട്ടിൽ തന്നെ അവരവർക്ക് അടുത്ത് തന്നെയുള്ള ആ കൾച്ചറിലുള്ള വ്യത്യാസങ്ങളും അതിലുള്ള പോരായ്മകളും പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാലഘട്ടത്തിൽ എത്തനോഗ്രാഫേഴ്സ് വർക്ക് ചെയ്തത്. കണ്ടംപററി എത്തനോഗ്രാഫേഴ്സ് സ്റ്റാർട്ടഡ് ഹൈലൈറ്റിംഗ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് പേഴ്സണൽ സ്ട്രഗിൾസ് ആൻഡ് ദെയർഫോർ റിഫ്ലെക്സിവിറ്റി ബിക്കം മോർ ഇൻഗ്രെയിൻഡ് ഇൻ എത്തനോഗ്രാഫിക് വർക്ക്സ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തനോഗ്രാഫിക് വർക്ക്സിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരുന്ന ഒരു പ്രോസസ്സാണ് റിഫ്ലെക്സിവിറ്റി എന്നുള്ളത്. ബിഗിനിങ് ഇൻ 1960s, ആന്ത്രപ്പോളജിസ്റ്റ് ബിഗാൻ ടു പ്ലേസ് മച്ച് മോർ ഫോക്കസ് ഓൺ ദ സിംബൽസ് യൂസ്ഡ് ഇൻ എ കൾച്ചർ. അപ്പോൾ കൾച്ചറിൽ യൂസ് ചെയ്തിരുന്ന സിംബൽസിനെ കുറിച്ച് പഠിക്കാനായിട്ട് പിന്നീട് ശ്രദ്ധിച്ചു തുടങ്ങി. ദേ എയിം ടു ഇന്റർപ്രിറ്റ് ദ മീനിങ് ഓഫ് ദി സിംബൽസ് ഫ്രം വിത്തിൻ ദ സൊസൈറ്റി റാദർ ദാൻ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദം ഫ്രം ദെയർ ഓൺ സൊസൈറ്റീസ് പോയിന്റ് ഓഫ് വ്യൂ. ഇനി അതിന് ശേഷമുള്ള കാലഘട്ടമാണ് ബ്ലറേഡ് ജേണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബ്ലറേഡ് എന്ന് പറഞ്ഞാൽ അസ്പഷ്ടമായിട്ടുള്ള ജേണേഴ്സ്, ശൈലികൾ, അസ്പഷ്ട ശൈലികളാൽ തീർത്ത ഒരു എത്തനോഗ്രാഫിക് ഫീൽഡായിരുന്നു തേർഡ് ഫേസിൽ കാണാൻ പറ്റിയത്. ബൈ ദ ബിഗിനിങ് ഓഫ് ദ തേർഡ് stage, blurred genres, qualitative research had a full complement of paradigms with methods and strategies to employ in their research. Theories ranged from symbolic interactionism to constructivism, naturalistic inquiry, positivism and post-positivism, phenomenology, ethnomethodology, critical
ഹിമിനോട്ടിക്സ്, സൈക്കോ സ്ട്രക്ചറലിസം, ഫെമിനിസം ആൻഡ് വേരിയസ് എത്തനിക് പാരഡൈംസ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് അതത്ര സ്പഷ്ട രീതിയിലല്ല ഓരോ കാര്യങ്ങളും എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബ്ലറേഡ് ജേണേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഗ്രീറ്റ്സ് 2 ബുക്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രീറ്റ്സിന്റെ 2 ബുക്കുകൾ, ഇന്റർപ്രിറ്റേഷൻ ഓഫ് കൾച്ചർ 1973, അതുപോലെ ലോക്കൽ നോളജ് 1983, ഷേപ്പിംഗ് ദ ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ദിസ് മൂവ്മെന്റ്. അപ്പൊ 1973 എഴുതിയ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കൾച്ചർ, അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം 1983 പ്രസിദ്ധീകരിച്ച ലോക്കൽ നോളജ് എന്നുള്ള അതിനോടുകൂടി ഈ തരംഗം അങ്ങ് അവസാനിച്ചു. ഇനി അടുത്ത പീരീഡാണ് പീരീഡ് ഓഫ് ഇന്റൻസ് റിഫ്ലക്ഷൻ. അക്കോർഡിംഗ് ടു ഡെൻസിൻ, ദ ബ്ലറിംഗ് ഓഫ് ജനേഴ്സ് ഗവ് റൈസ് ടു എ ക്രൈസിസ് ഓഫ് റെപ്രസെന്റേഷൻ വിച്ച് ലെഡ് ടു എ പീരീഡ് വെയറിൻ ദ റിസർച്ചേഴ്സ് വെർ ഇൻവോൾവ്ഡ് ഇൻ ഇന്റൻസ് റിഫ്ലക്ഷൻ. This gave rise to messy text experiments into autoethnography, ethnographic poets, anthropological and sociological poetry, interpretive ethnographic writings. The in 21st century was seen to move to a more critically informed discourses about the മോറൽ ഹ്യൂമൻ യൂണിവേഴ്സ്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പീരീഡ് ഓഫ് ഇന്റൻസ് റിഫ്ലക്ഷൻ എന്നുള്ള ആ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള എത്തനോഗ്രാഫിക് പോയറ്റ്സ്, ആന്ത്രപ്പോളജിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ പോയട്രി, ഇന്റർപ്രറ്റീവ് എത്തനോഗ്രാഫിക് റൈറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ മോറൽ ബേസ്ഡ് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യത നൽകിയത്. ഇനി ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി, മീനിങ് ആൻഡ് മെത്തേഡ്സ്. ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫിയുടെ മീനിങ്സും മെത്തേഡ്സും ഒക്കെ എന്താണ്? Ethnographic research is like much other than other human action an attempt to solve a problem of കമ്മ്യൂണിക്കേഷൻ. അത് നികത്തുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശമായിട്ട് എത്തനോഗ്രഫിക് റിസർച്ചിന്റെ കൂടുതലായിട്ട് ഊന്നൽ നൽകിയിരുന്നത് ഈ കാര്യത്തിലാണ്. അറ്റംപ്റ്റ് ടു സോൾവ് എ പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ദ എത്തനോഗ്രഫർ മസ്റ്റ് ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റിസർച്ച് വെൽ എനഫ് ടു മെയിൻറ്റെയിൻ ആൻഡ് acceptable presence in the field before any scholarly claims making can happen. ഇതിന്റെ മീനിങ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി ഈസ് എ മെത്തഡോളജി ഫോർ studying the ways in which a social group constructs and lives its particular indigenous version of reality. അപ്പൊ ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി എന്ന് പറഞ്ഞതിന്റെ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ് ഫോർ സ്റ്റഡിങ് ദ വേസ് ഇൻ വിച്ച് എ സോഷ്യൽ ഗ്രൂപ്പ് കൺസ്ട്രക്ട്സ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ്, പ്രത്യേകിച്ച് ഇൻഡിജീനിയസ് വേർഷൻ ഓഫ് എ റിയാലിറ്റി, യാഥാർത്ഥ്യത ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ആ ജീവിത രീതി വരച്ച് കാണിക്കുക. അതാണ് ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫിയുടെ മെത്തഡോളജി എന്ന് ഇവിടെ ഉദ്ദേശിക്കണം. ഇന്റർപ്രറ്റീവ് മെത്തഡോളജി ഈസ് എ മെത്തഡോളജി ഫോർ സ്റ്റഡിങ് ദ വേസ് ഇൻ വിച്ച്, ഏത് വഴി കൂടി, എങ്ങനെ, ഏത് രീതിയിലാണ് ആ ആളുകൾ ജീവിച്ചിരുന്നതെന്ന്. ഫോർ സ്റ്റഡിങ് ദ വേസ് ഇൻ വിച്ച് എ സോഷ്യൽ ഗ്രൂപ്പ് കൺസ്ട്രക്ട്സ് ആൻഡ് ലീവ്സ് ഇറ്റ്സ് പർട്ടിക്കുലർ ഇൻഡിജീനിയസ് വേർഷൻ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് ഓഫൺ ഓട്ടോ എത്തനോഗ്രാഫിക്, അതുപോലെ ആകാറുണ്ട്, വൾണറബിൾ ആകാറുണ്ട്. അതുപോലെ തന്നെ സംടൈംസ് ഇറ്റ് ഈസ് ഓതർ സ്പെസിഫിക് ആയിട്ടും മാറാറുണ്ട് ഇതുപോലെയുള്ള എത്തനോഗ്രഫീസ്. ഈ എത്തനോഗ്രഫീനെ സാധാരണ സിംബോളിക് ആന്ത്രപ്പോളജി എന്നും അതുപോലെ തന്നെ ഇന്റർപ്രറ്റീവ് ആന്ത്രപ്പോളജി എന്നും പറയാറുണ്ട്. ഇനി ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. സം ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി. അതൊരു ബോക്സിൽ തന്നിരിക്കുന്നത്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി ഗ്രൗണ്ട്സ് ഇറ്റ് സെൽഫ് ഇൻ participants' understanding of their lived experience along with their cultural and socio-political context that gives shape and meaning to
ദീസ് എക്സ്പീരിയൻസസ്. ഓരോരുത്തരും അവരുടെ ആ സോഷ്യൽ റിയാലിറ്റീനെ പ്രകടിപ്പിക്കുന്ന സമയത്ത് അവിടെ അതിലടങ്ങിയിട്ടുള്ള കൾച്ചറും സോഷ്യോ പൊളിറ്റിക്കൽ സന്ദർഭങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകം കാണിക്കുക. ക്രിട്ടിക്കൽ ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി ഗ്രൗണ്ട്സ് ഇറ്റ്സെൽഫ് ഇൻ participants' understanding of their lived experience along with their cultural and socio-political context that give shape and meaning to these experiences. Second, based on realistic, natural conversation with a focus on memorable, recognizable characters who are located in well-described, unforgettable scenes. അപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നടത്തുന്ന സമയത്ത് ബേസ്ഡ് ഓൺ റിയലിസ്റ്റിക് നാച്ചുറൽ കോൺവെർസേഷൻ, യഥാർത്ഥത്തിലുള്ളത്, ഒരു കെട്ടിച്ചമയലുകളോ അല്ലെങ്കിൽ കൃത്രിമത്വം ഒന്നും ഇല്ലാണ്ട് നാച്ചുറൽ വേയിലുള്ള കോൺവെർസേഷൻ ആയിരിക്കണം. വിത്ത് എ ഫോക്കസ് ഓൺ മെമ്മറബിൾ റിക്കഗ്നൈസബിൾ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മ ലഭിക്കുന്നതും അതുപോലെ തന്നെ ശരിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഉള്ള ഒരു തരത്തിലുള്ള കോൺവെർസേഷൻ ആയിരിക്കണം ഈ പാർട്ടിസിപ്പൻറ്റുമായിട്ട് നടത്താനുള്ള. ഹു ആർ ലൊക്കേറ്റഡ് ഇൻ വെൽ ഡിസ്ക്രൈബ്ഡ് അൺഫോർഗറ്റബിൾ സീൻസ്. ഇനി പേസ് ഡീറ്റെയിൽഡ് അറ്റൻഷൻ ടു ഹൗ ദ പാർട്ടിസിപ്പൻസ് വ്യൂ ദെയർ വേൾഡ് ബ്രാക്കറ്റിംഗ് ആസ് മച്ച് ആസ് പോസിബിൾ ദ എത്തനോഗ്രാഫേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലോസ് റിഫ്ലക്ഷൻ ഓൺ ദ വേ പാർട്ടിസിപ്പൻസ് വ്യൂ ദെയർ ഓൺ കോംപ്ലക്സ് വേൾഡ്, their rules, pattern of association and logic of implications. Close reflection ഉണ്ടായിരിക്കണം. Reflection in the way participant view their own complex worlds, their rules. അപ്പോൾ ആ പാർട്ടിസിപ്പൻസ് ഏത് മേഖലയിലാണ് ജീവിക്കണമെന്ന് വെച്ചാൽ അവിടെയുള്ള നിയമാവലിയും അവിടെയുള്ള കാര്യങ്ങളും തമ്മിൽ വളരെ അധികം ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള. പാറ്റേൺസ് ഓഫ്, അവരോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ളത്. പാറ്റേൺസ് ഓഫ് അസോസിയേഷൻ ആൻഡ് ലോജിക് ഓഫ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ആ മാന്യതകളെല്ലാം എങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ആ ലോജിക് ഓഫ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ അനുസരിച്ച് വേണം എത്തനോഗ്രാഫർ മുന്നോട്ട് പോകുക. ഇറ്റ് പ്രസൻസ് എ വെൽ പ്ലോട്ടഡ് കമ്പല്ലിംഗ് ബട്ട് മിനിമലിസ്റ്റ് നരേറ്റീവ്. നന്നായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് തയ്യാറാക്കിയിട്ടുള്ളതും എന്നാൽ അധികം വർണ്ണനകൾ ഇല്ലാത്ത രീതിയിലും വേണം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് ക്ലിയർലി ഐഡന്റിഫിയൽ കൾച്ചറൽ and political issues including injustice based on the structure and meaning of race, class, gender and sexual orientations. ഇനി അതുപോലെ തന്നെ the findings usually articulate a politics of hope. അടുത്ത പോയിന്റ്, the interpretive ethnography criticize how things are and imagine how they could be different. അപ്പൊ എങ്ങനെയാണ് വാസ്തവത്തിൽ ആ സംഗതികളെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സംഗതികൾ എങ്ങനെയാണെന്നും അതുപോലെ ഇമാജിൻ ഹൗ ദേ കുഡ് ബി ഡിഫറെന്റ്. ഇനി അതിലെന്തെങ്കിലും വ്യത്യസ്തത വരണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരു വിമർശനാത്മകത, ഒരു നിരൂപിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും എത്തനോഗ്രാഫർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചില സമയത്ത് ഈ എത്തനോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ സ്പെസിഫിക് ആയി പോകും, ചിലപ്പോൾ ഓതർ സ്പെസിഫിക് ആയി പോകും, ചിലപ്പോൾ ഫാലിബിൾ മെത്തേഡും ഇതിൽ വരാറുണ്ട്. അതിൻ്റെ ന്യൂനതകളാണ്. സംടൈംസ് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ സ്പെസിഫിക്, സംടൈംസ് ഇറ്റ് ഈസ് ഓതർ സ്പെസിഫിക് ആൻഡ് ഫാലിബിൾ method. It asks more questions than it pretends to answer, and its chief product is perspectival understanding of the truth created by and constituted in a transistent rhetoric. ഇനി അടുത്ത ക്രിട്ടിക് ഓഫ് ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി. ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫിയുടെ ഒരു നിരൂപണമാണ് ഇവിടെ. അതിൻ്റെ മേന്മകൾ ഏതൊക്കെയാണ്, കോട്ടങ്ങൾ ഏതൊക്കെയാണ്, ന്യൂനതകൾ ഏതൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ദ നേച്ചർ ഓഫ് ഇന്റർപ്രറ്റീവ് റിസർച്ച് ഗീവ്സ് ഇറ്റ് സം യുണീക്ക് അഡ്വാൻറ്റേജസ്. കുറച്ച് പ്രധാനപ്പെട്ട ഗുണഗണങ്ങളുണ്ട് ഈ ഇന്റർപ്രറ്റീവ് റിസർച്ചിന്. ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലോറിംഗ് ഹിഡൻ റീസൺസ് ബിഹൈൻഡ്
കോംപ്ലക്സ് ഇന്റർറിലേറ്റഡ് ഓർ മൾട്ടി-ഫേസ്ഡ് സോഷ്യൽ പ്രോസസ്സസ്. അപ്പോൾ സച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ് ഓർ വയലൻസ് അഗൈൻസ്റ്റ് വുമൻ, where qualitative evidence may be biased, inaccurate or otherwise difficult to obtain. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ഈസ് യൂസ്ഫുൾ ഫോർ എക്സ്പ്ലോറിങ് ഹിഡൻ റീസൺസ്. ഓരോ കോംപ്ലക്സ് കാര്യങ്ങൾക്ക് പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇന്റർ റിലേറ്റഡ് ഓർ മൾട്ടിഫേസ്ഡ് സോഷ്യൽ പ്രോസസ്സസ്, ഓരോ കാരണത്തിൻ്റെയും പുറകിൽ ഇന്റർ റിലേറ്റഡ് അതുപോലെ മൾട്ടിഫേസ്ഡ് സോഷ്യൽ പ്രോസസ്സസ് ഉണ്ട്. ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ വയലൻസ് അഗൈൻസ്റ്റ് വുമൺ, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് എവിഡൻസ്, അതിൽ എന്തെങ്കിലും പക്ഷപാതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ മുഖ്യ കാരണമായിട്ട് ഓരോ കാരണത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനം കൂടുതൽ നടത്തി കഴിയുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. സെക്കൻഡ്, ദേ ആർ ഓഫൺ ഹെൽപ്ഫുൾ ഫോർ തിയറി കൺസ്ട്രക്ഷൻ ഇൻ ഏരിയാസ് വെയർ നോ ഓർ ഇൻസഫിഷ്യൻറ്റ് എ പ്രയോറി തിയറി. പിന്നെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓഫൺ ഹെൽപ്ഫുൾ ഫോർ തിയറി കൺസ്ട്രക്ഷൻ. പുതിയ തിയറികൾ രൂപീകരിക്കാൻ ഇതുപോലെയുള്ള മെത്തേഡ്സ് സഹായപ്രദമാണ്. ഇൻ ഏരിയാസ് വിത്ത് നോ ഓർ സഫിഷ്യൻറ്റ് എ പ്രയോറി തിയറി. ചില ഏരിയസിൽ ചിലപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു തിയറി ഉണ്ടാവും പക്ഷെ അതിന് ഒരു പൂർണ്ണത ഇല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു അഡീഷണൽ ആയിട്ട് നല്ലൊരു തിയറി കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് സഹായപ്രദമായിരിക്കും. തേർഡ്ലി, ദേ ആർ ഓൾസോ അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് യുണീക്ക് ഓർ ഐഡിയോസിൻക്രിറ്റിക് ഇവൻറ്റ്സ് ഓർ പ്രോസസ്സസ്. തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക്, പ്രത്യേകമായിട്ടുള്ളത്, ഒറ്റതിരിഞ്ഞത്, അതുപോലെ അങ്ങനെ പ്രത്യേക ഒരു ക്രമീകരണം ഇല്ലാത്ത സംഗതികളെയൊക്കെ ശരിക്കും മനസ്സിലാക്കാനും പഠിക്കാനും ഈ വ്യാഖ്യാൻ വിധി സഹായപ്രദമായിരിക്കും. പിന്നെ ഫോർത്ത്, ഇന്റർപ്രറ്റീവ് റിസർച്ച് ക്യാൻ ഓൾസോ ഹെൽപ്പ് അൺകവർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് റെലവൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇഷ്യൂസ് ഫോർ ഫോളോ അപ്പ് റിസർച്ച്. അപ്പോൾ റിസർച്ചിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് റെലവൻറ്റ് റിസർച്ച് ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടും ഈ ഇന്റർപ്രറ്റീവ് റിസർച്ച് സഹായപ്രദമായിരിക്കും. ദിസ് ഈസ് ഇൻ അഡീഷൻ ടു ഫൈൻഡിങ് ആൻസർ. ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ റേസിംഗ് ക്വസ്റ്റ്യൻസ് വിച്ച് നീഡ് ടു ബി അഡ്രസ്ഡ് ബൈ ഫ്യൂച്ചർ റിസർച്ച്. ഭാവിയിൽ ഗവേഷകർക്ക് പുതിയ ക്വസ്റ്റ്യൻസ് തേടി കണ്ടുപിടിക്കാനും ഈ ഇന്റർപ്രറ്റീവ് മെത്തേഡ് സഹായപ്രദമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇന്റർപ്രറ്റീവ് ethnography also offers a certain flexibility to the researcher as it allows the researcher to change the original research questions. അപ്പോൾ ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി പിന്നെ വേറൊരു സഹായം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, ഇടയ്ക്ക് മാറ്റം ഉൾക്കൊള്ളാൻ സഹായപ്രദമായിട്ടുള്ളത്. ചിലപ്പോൾ ആദ്യത്തെ റിസർച്ചറിൻ്റെ ക്വസ്റ്റ്യന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പുതുക്കി പണിയാനായിട്ട് പുതിയ രീതിയിൽ ആ ക്വസ്റ്റ്യൻ അവതരിപ്പിക്കാനുള്ള ഒരവസരം ഈ ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി നൽകുന്നുണ്ട്. ഇഫ് ദ റിസർച്ചർ റിയലൈസസ് ദാറ്റ് ഹെർ ഒറിജിനൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആർ അൺലൈക്ലി ടു ജനറേറ്റ് ന്യൂ ഓർ യൂസ്ഫുൾ ഇൻസൈറ്റ്സ്, they can modify the questions to a certain extent. അപ്പോൾ if the researcher realize, കുറേ സമയങ്ങൾക്ക് ശേഷം റിസർച്ചർ മനസ്സിലാക്കിയാണ് അയാളുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ, അയാൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒറിജിനൽ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ആ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് കുറേ മുൻപോട്ട് പോയതിന് ശേഷം. then they can modify the question to a certain extent. ഒരു പരിധി വരെ പിന്നെയും ആ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ടും ഈ മെത്തേഡിൽ കൂടി അവസരം ലഭിക്കും. ദിസ് ഈസ് എ വാല്യുബിൾ ബട്ട് ഓഫൺ അണ്ടർസ്റ്റാൻഡ് ബെനിഫിറ്റ് ഓഫ് ഇന്റർപ്രറ്റീവ് റിസർച്ച് ആൻഡ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ പോസിറ്റിവിസ്റ്റ് റിസർച്ച്. പോസിറ്റിവിസ്റ്റ് റിസർച്ചിൽ സാധ്യമാകാത്തതും എന്നാൽ ഇന്റർപ്രറ്റീവ് റിസർച്ചിൽ സാധ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പറഞ്ഞതെല്ലാം. ഇന്റർപ്രറ്റീവ് എത്നോഗ്രഫി ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് ചലഞ്ചസ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജോട് ഒപ്പം തന്നെ അതിന് ചില
ചലഞ്ചസ് വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ബൈ ദ പോസിറ്റിവിസ്റ്റ് ഓർ മെത്തേഡ് ട്രൂത്ത് ആൻഡ് വെരിഫിക്കേഷൻ. ഇറ്റ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ബൈ ദ പോസിറ്റിവിസ്റ്റുകൾ ഈ മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ മെത്തേഡ് ട്രൂത്ത് ആൻഡ് വെരിഫിക്കേഷൻ അതൊന്നും ശരിയല്ലെന്നാണ് ഇവർ പറയണത്. ദേ ആർഗ്യൂ ദാറ്റ് ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫി ഡസ് നോട്ട് യൂസ് ഓൺ എഗ്രീഡ് ഓൺ മെത്തേഡ്സ് ഓഫ് വെരിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് വെരിഫിക്കേഷൻ ഇവരുടെ റൈറ്റ് ആയിട്ടുള്ളതല്ല, ഇൻക്ലൂഡിങ് റാൻഡം സാമ്പിൾസ്, റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റ് ആൻഡ് സോ കോൾഡ് അൺബൈസ്ഡ് മെത്തേഡ്സ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ആ മെത്തേഡിലുള്ള ന്യൂനതകളാണെന്ന്. എന്തൊക്കെയാണ്? ദേ ആർ ആർഗ്യൂ ദാറ്റ് ഇന്റർപ്രിറ്റീവ് എത്തനോഗ്രഫി ഡസ് നോട്ട് യൂസ് ഓൺ എഗ്രീഡ് ഓൺ മെത്തേഡ്സ് ഓഫ് വെരിഫിക്കേഷൻ. മെത്തേഡ്സ് ഓഫ് വെരിഫിക്കേഷനുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതല്ല ഇവരുടെ വ്യാഖ്യാന രീതി. അതുപോലെ ഇൻക്ലൂഡിങ് റാൻഡം സാമ്പിൾസ്, അതുപോലെ റെപ്രസെന്റീവ് ടെക്സ്റ്റ് ആൻഡ് സോ കോൾഡ് അൺബൈസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ. ഇതൊക്കെ അതിന്റെ ന്യൂനതകളായിട്ട് പോസിറ്റിവിസ്റ്റുകൾ പറയാറുണ്ട്. അക്കോർഡിംഗ് ടു പോസിറ്റിവിസ്റ്റ്, ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ടെൻസ് ടു ബി മോർ time and resource intensive than positivist research in data collection and analytic effort. Too little data can lead to false or premature interpretations, while too much data may not be effectively processed by the researcher. അപ്പോൾ ഡാറ്റ കുറഞ്ഞാലും കുഴപ്പമാണ്, അതുപോലെ തന്നെ ഡാറ്റ കൂടിക്കഴിഞ്ഞാലും അത് അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ് റിസർച്ചർക്കുള്ളത്. അതർ ക്രിറ്റിസിസം ഇൻക്ലൂഡ് ദ നീഡ് ഫോർ well-trained researchers who are capable of seeing and interpreting കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിന. അപ്പൊ കോംപ്ലക്സ് സോഷ്യൽ ഫിനോമിനയൊക്കെ ശരിക്കും എക്സ്പ്രസ് ചെയ്യാനും അതിനെ വ്യക്തമായിട്ട് വ്യാഖ്യ നൽകാനും പറ്റുന്ന രീതിയിൽ കഴിവുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള റിസർച്ചിന്റെ അപാകതകളും ഉണ്ട്. അവരുടെ കുറവുകളും ഈ ഫീൽഡിൽ ധാരാളം ഉണ്ട്. പിന്നെ ഓൾ പാർട്ടിസിപ്പൻസ് ഓർ ഡാറ്റ സോഴ്സ് മേ നോട്ട് ബി ഈക്വലി ക്രെഡിബിൾ, അൺബയസ്ഡ് ഓർ നോളജബിൾ അബൌട്ട് ദ ഫിനോമിനൻ ഓഫ് interest or may have undisclosed political agendas which may lead to misleading or false impression. അപ്പൊ ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റ മുഴുവനും അത് എപ്പോഴും ഈക്വലി ക്രെഡിബിൾ ആകണമെന്നില്ല, അൺബയസ്ഡ് ആകണമെന്നില്ല. ചിലപ്പോൾ നോളജബിൾ അബൌട്ട് ദ ഫിനോമിന ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യപ്പെട്ട ആ പ്രതിഭാസത്തിനെ കൂടുതൽ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ളതാകണമെന്നില്ല. ഓർ മേ ഹാവ് അൺഡിസ്ക്ലോസ്ഡ് പൊളിറ്റിക്കൽ അജൻഡാസ്, ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ വ്യക്തമാക്കാത്ത രീതിയിലുള്ള പൊളിറ്റിക്കൽ അജണ്ടകൾ ഉണ്ടായിരിക്കാം. വിച്ച് മേ ലീഡ് ടു മിസ്ലീഡിങ് ഓർ ഫോൾസ് ഇംപ്രഷൻ. അപ്പൊ ഇതൊക്കെ മിസ്ലീഡിങ്ങും അതുപോലെ ഫോൾസ് ഇംപ്രഷൻ ഒക്കെ ഈ മെത്തേഡിനെ കുറിച്ച് നൽകുന്നതായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇനി ഓൾട്ടർനേറ്റീവ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ വാസ് ഗിവൺ ബൈ ലിക്കോളിയൻ ആൻഡ് ഗുബ. ലിക്കോളിയൻ ആൻഡ് ഗുബ ഒരു ഓൾട്ടർനേറ്റ് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ, ഇത് കൂടുതൽ ഈ വ്യാഖ്യാന രീതിനെ അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവ് എത്തനോഗ്രഫീനെ കൂടുതൽ ശക്തിമത്താക്കാൻ ബലവത്താക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയ നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡിപ്പെൻഡബിലിറ്റി ആണ്. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റീവ് റിസർച്ച് ക്യാൻ ബി വ്യൂഡ് ആസ് ഡിപ്പെൻഡബിൾ ഓർ അഥന്റിക് ഓഫ് ഇഫ് ടു റിസർച്ചേഴ്സ് അസസിങ് ദ സെയിം ഫിനോമിന യൂസിങ് ദ സെയിം സെറ്റ് ഓഫ് എവിഡൻസ് independently arrive at the same conclusion, or the same research observing the same or a similar phenomena at different times arrives at similar conclusions. അപ്പൊ രണ്ട് റിസർച്ചേഴ്സ് സെയിം ഫിനോമിന തന്നെ സെയിം രീതിയിൽ നടത്തുമ്പോൾ റിസൾട്ട്സ് ഒരേപോലെ തന്നെ കിട്ടുക, അതിനെയാണ് ഡിപ്പെൻഡബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരേ റിസർച്ചർ തന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതേ രീതി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയുള്ള പഴയ രീതിയിലുള്ളതുപോലെ തന്നെ റിസൾട്ട് കിട്ടുക. അങ്ങനെ വരുന്ന ആ സന്ദർഭത്തിനെയാണ് നമ്മൾ ഡിപ്പെൻഡബിലിറ്റി, അതിനെ ആശ്രയിക്കാം, അത് ശരിക്കും സത്യസന്ധമായിട്ടുള്ളതാണെന്നുള്ള ആ ഒരു ബോധം വരുന്നത്. ഇനി സെക്കൻഡ് ക്രൈറ്റീരിയയാണ് ക്രെഡിബിലിറ്റി. ഇഫ് ദ interference of a researcher are believable, then its findings can be considered credible.
അപ്പോൾ ഇന്റർഫിയറൻസ് ഓഫ് എ റിസർച്ച്, ഒരു റിസർച്ചിന്റെ ആ ഇന്റർഫിയറൻസ് അത് നൽകുന്ന റിസൾട്ട് വിശ്വസനീയമാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ക്രെഡിബിൾ, അത് ക്രെഡിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തതാണ് കൺഫർമബിലിറ്റി. ദിസ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഫൈൻഡിങ്സ് reported in interpretive research can be independently confirmed by others, ടിപ്പിക്കലി പാർട്ടിസിപ്പൻസ്. അപ്പൊ മറ്റുള്ളവർക്ക് അത് നിശ്ചയം അത് ശരിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാകുക, അതിനെ തീർച്ചപ്പെടുത്തുക, ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണെന്നുള്ള ആ ബോധം. ദിസ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ ഫൈൻഡിങ്സ് റിപ്പോർട്ടഡ് ഇൻ ഇന്റർപ്രിറ്റീവ് റിസർച്ച് ക്യാൻ ബി ഇൻഡിപെൻഡന്റ്ലി കൺഫേംഡ് ബൈ അതേഴ്സ്. അതാണ് കൺഫർമബിലിറ്റി എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവർ സമ്മതിക്കുക. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഇൻ ഇന്റർപ്രിറ്റീവ് റിസർച്ച് റെഫേഴ്സ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദ findings can be generalized to other settings. ഇതിൽ കൂടി ഇന്റർപ്രറ്റീവ് റിസർച്ചിൽ കൂടി കണ്ടുപിടിച്ച ആ കാര്യങ്ങൾ മറ്റ് സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ അങ്ങോട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ളതിനാണ് അത് മാറ്റാൻ പറ്റുക, അതിനെയാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫൈൻഡിങ് ഓഫ് ഹെൽത്ത് സ്റ്റഡി ഇൻ ആൻ അർബൻ ലോ ഇൻകം കമ്മ്യൂണിറ്റി ഇൻ വൺ കൺട്രി, ഒരു കൺട്രിയിലെ അർബൻ ലോ ഇൻകം കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് സ്റ്റഡീസ് റിപ്പോർട്ട് may also be applicable to a similar community in another country. അതുപോലെയുള്ള തന്നെ വേറൊരു കൺട്രിയിൽ അതേ സന്ദർഭത്തിൽ യൂസ് ചെയ്യാൻ പറ്റണം, അതിനെയാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. ഇഫ് ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് നോളജ് ഈസ് പോസിബിൾ ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് മോർ റിഗർ ടു ദ റിസർച്ച്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് നോളജ്, ഇതുപോലെ നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണതിനാണ് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ലെസണിലുള്ളത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. അടുത്ത യൂണിറ്റ് യൂണിറ്റ് 16, ദാറ്റ് ഈസ് എത്തിക്സ് ആൻഡ് എത്തനോഗ്രഫി. എത്തിക്സും എത്തനോഗ്രഫി. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രം, നൈതികത, അല്ലെങ്കിൽ അതുപോലെ പറയണത് സന്മാർഗബോധം, ഇതൊക്കെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. എത്തിക്സ് അതായത് നീതിശാസ്ത്രം. പിന്നെ എത്തനോഗ്രഫി. Well, let us begin our discussion on relationship between ethics and ethnography with understanding of what ethnography and ethics mean. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ റിലേഷൻഷിപ്പ് പഠിക്കുന്നതിന് മുമ്പായിട്ട് എത്തനോഗ്രഫി എന്താണ്, അതുപോലെ എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് പല പ്രാവശ്യം ഇപ്പൊ എത്തനോഗ്രഫിയുടെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എത്തനോഗ്രഫി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെക്കോർഡിംഗ് ആൻഡ് അനലൈസിസ് ഓഫ് എ കൾച്ചർ ഓർ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കൾച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രീതികളോ അത് റെക്കോർഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക. യൂഷ്വലി ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ടിങ് ഇൻ എ റിട്ടേൺ അക്കൗണ്ട് ഓഫ് പീപ്പിൾ. പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷനിൽ കൂടി കാര്യങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം ആ ടെക്സ്റ്റ് എഴുതി പിടിപ്പിക്കുന്നതാണ് എത്തനോഗ്രഫി എന്ന് പറയുന്നത്. എത്തനോഗ്രഫി ഈസ് ഡിഫൈൻഡ് ആസ് ദ റെക്കോർഡിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് എ കൾച്ചർ ഓർ സൊസൈറ്റി യൂഷ്വലി ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ടിങ് ഇൻ എ റിട്ടേൺ അക്കൗണ്ട് ഓഫ് പീപ്പിൾ, പ്ലേസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ എത്തനോഗ്രഫിക് മെത്തേഡ് ഈസ് കോൾഡ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. അപ്പോൾ എത്തനോഗ്രഫിക് മെത്തേഡിനെ നമ്മൾ വേറെ ഒരു പേര് വിളിക്കുന്നത് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്നാണ്. ദ റിസർച്ചർ ഗോസ് ടു ദ ഫീൽഡ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റ്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു, അവരുടെ ആ ഫീൽഡിലേക്ക് റിസർച്ചർ ഇറങ്ങി ചെന്നിട്ട് അവരുടെ ഇടയിൽ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ദ ജേർണി ഓഫ് ദ ആന്ത്രപ്പോളജി സ്റ്റാർട്ട്സ് ആസ് എ നോൺ പാർട്ടിസിപ്പൻറ്റ് റിസർച്ചർ ഓഫ് പീപ്പിൾസ് കൾച്ചർ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹി ബിക്കം എ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവർ. അപ്പൊ ആദ്യം തുടക്കത്തിൽ ആന്ത്രോപോളജിസ്റ്റ് നോൺ പാർട്ടിസിപ്പൻറ്റ് റിസർച്ചർ ആയിരുന്നു. പിന്നീട് കാലക്രമേണ ഹി ബിക്കംസ് എ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവർ. പിന്നെ ഒരു പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവറായി മാറി. ഹി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഡെയിലി ആൻഡ് സെറിമോണിയൽ ലൈഫ് ഓഫ് ദ ലോക്കൽസ്. ആ ലോക്കൽസിന്റെ ഡെയിലി ദിനംതോറും ഉള്ളത്, അതുപോലെ സെറിമോണിയൽ എന്തെങ്കിലും പ്രത്യേക ആഘോഷങ്ങളുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ ഇടയിൽ ഒരാളായി നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുക. ദ റിസർച്ചർ മേ ഓൾസോ യൂസ് എ നമ്പർ ഓഫ് അതർ മെത്തേഡ്സ് സച്ച് ആസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് ഫോർ കളക്ടിങ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യാൻ റിസർച്ചർ ഇവിടെ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്.
ഫോർമൽ ഉണ്ട്, ഇൻഫോർമൽ ഇന്റർവ്യൂസ്, ഫോർമൽ ഇന്റർവ്യൂസ്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് ഒക്കെ ഇതിൽ ഡാറ്റ കളക്ഷൻ യൂസ് ചെയ്യണ മെത്തേഡ്സ് ആണ്. എത്തനോഗ്രഫി ഈസ് എ കാറ്റഗറി ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ദാറ്റ് ഇൻവോൾവ്സ് എൻഗേജിങ് യുവർ സെൽഫ് ഇൻ എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓർ ഓർഗനൈസേഷൻ ടു ഒബ്സർവ് ദെയർ ബിഹേവിയർ ആൻഡ് ഇന്ററാക്ഷൻസ് ആസ് ക്ലോസ്ലി ആസ് പോസിബിൾ. ഈ എത്തനോഗ്രഫിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ നോക്കേണ്ട കാര്യമില്ല, നമ്മൾ കുറേ പ്രാവശ്യം കണ്ടു കഴിഞ്ഞതാണ് വാട്ട് ഈസ് മീൻ ബൈ എത്തനോഗ്രഫി എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്ത് ഇവിടെ എഴുതുക, അതല്ലെങ്കിൽ ഈ വശങ്ങളിൽ കൂടി ഒന്നും കൂടി കണ്ണോടിക്കുക. അതുപോലെ ദ ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സ് ഇൻ എനി സോഷ്യൽ ഇൻക്വയറി ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ഇനി എത്തിക്സ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഓൾ സോഷ്യോളജിക്കൽ റിസർച്ച് റിക്വസ്റ്റ് ഇൻഫോംഡ് കൺസെന്റ് പാർട്ടിസിപ്പന്റ് ആൻഡ് നെവർ കമ്പൾഡ് ഇൻ ടു പാർട്ടിസിപ്പേഷൻ. ഏത് സോഷ്യോളജിക്കൽ റിസർച്ച് ആയാലും അവർക്ക് ഇൻഫോംഡ് കൺസെന്റ്, അറിവോടുകൂടിയുള്ള സമ്മതി വേണം ആ പാർട്ടിസിപ്പൻസിന്. പാർട്ടിസിപ്പൻസ് ആർ നെവർ കമ്പൾഡ് ഇൻ ടു പാർട്ടിസിപ്പേഷൻ. ആ പാർട്ടിസിപ്പൻസിനെ ഒരിക്കലും നിർബന്ധിച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ നിർബന്ധിക്കരുത്. അവരുടെ സമ്മതിയോടുകൂടി വേണം അവരുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടത്. ഇൻഫോർമൽ കൺസെന്റ് ഇൻ ബ്രോഡർ സെൻസ് ഇൻവോൾവ്സ് എൻഷുറിംഗ് ദാറ്റ് പ്രയർ ടു agreeing to participant, research subjects are aware of the particular of the research. The question of ethics in any social inquiry is of great importance. ഏത് സോഷ്യൽ എൻക്വയറിയിലായാലും അവിടെ എത്തിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീതിശാസ്ത്രത്തിന്, സന്മാർഗബോധത്തിന് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് ഉള്ളത്. ദ ടേം റിസർച്ച് എത്തിക്സ് റെഫർ ടു ദ നോംസ്. ഇപ്പൊ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ദ നോംസ്, വാല്യൂസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ദാറ്റ് ഗൈഡ് ദ റിസർച്ചർ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് റിസർച്ച്. അയാളുടെ റിസർച്ചിന് ഇടക്ക് അയാൾക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വരുന്ന നോംസ്, വാല്യൂസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ്, അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എത്തിക്സ്, ആചാരമര്യാദകൾ, അവിടെ കൊടുക്കേണ്ട വാല്യൂസ്, മൂല്യങ്ങൾ, അതിനൊക്കെയാണ് ഈ എത്തിക്സ് എന്ന് നമ്മൾ മീൻ ചെയ്യണത്. ദ സബ്ജക്ട് മാറ്റർ ഓഫ് എനി സോഷ്യോളജിക്കൽ സ്റ്റഡി ആർ ദ പീപ്പിൾ. അപ്പൊ സോഷ്യോളജിക്കൽ സ്റ്റഡിയിൽ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളാണ്. ദ സോഷ്യോളജിസ്റ്റ് മസ്റ്റ് സ്ട്രിക്ട്ലി അഡ്ഹിയർ ടു ദ കോഡ് ഓഫ് എത്തിക്സ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് സോഷ്യോളജിക്കൽ എൻക്വയറി. അപ്പൊ സോഷ്യോളജിക്കൽ എൻക്വയറിയിൽ എല്ലാ തലങ്ങളിലും അവർ എത്തിക്സ് സൂക്ഷിച്ചു വേണം, എത്തിക്സോട് കൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. നീതിശാസ്ത്രത്തിൽ പൂർണ്ണമായിട്ടും അധിഷ്ഠിതമായിരിക്കണം അവരുടെ മുന്നോട്ടുള്ള പോക്ക്. Of utmost importance in any sociological research is the safety of the participants. It is the duty of the researchers to ensure that the participants are not harmed in any way. ഒരു രീതിയിലും പാർട്ടിസിപ്പൻസിന് ഒരു തരത്തിലുള്ള ദ്രോഹങ്ങളോ ദോഷങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ എത്തിക്സിനെ കണ്ടുകൊണ്ട് എത്തിക്സ് ബലത്തിൽ വേണം മുന്നോട്ട് പോകാൻ. റിസർച്ചർ മസ്റ്റ് റിമൈൻ മൈൻഡ്ഫുൾ ഓഫ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ് ടവേഴ്സ് ഹിസ് ഇൻഫോർമൻസ്. വേരിയസ് എത്തിക്കൽ കൺസിഡറേഷൻസ് ദാറ്റ് ഗൈഡ് എത്തനോഗ്രഫിക് റിസർച്ച്. എത്തനോഗ്രഫിക് റിസർച്ചിനെ ഗൈഡ് ചെയ്യണ വേരിയസ് എത്തനോഗ്രഫിക് ഗൈഡ്സ് എത്തനോഗ്രഫിക് എന്തൊക്കെയാണെന്ന് ആണ് ഇവിടെ പറയണത്. എത്തിക്കൽ കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? മെനി ഓഫ് ദ എത്തിക്കൽ നോംസ് ഹെൽപ് ടു ഗ്യാരണ്ടി ദാറ്റ് റിസർച്ചേഴ്സ് ക്യാൻ ബി ഹെൽഡ് ആൻസറബിൾ ടു ദ പബ്ലിക്. പീപ്പിൾ ആർ മോർ ലൈക്ലി ടു ഫണ്ട് എ റിസർച്ച് പ്രോജക്ട് ഇഫ് ദേ ക്യാൻ ട്രസ്റ്റ് ദ ക്വാളിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് റിസർച്ച്. അപ്പോൾ ഒരു റിസർച്ച് നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകാനും അതുപോലെ മറ്റുള്ളവർ അതിനെ പിന്തുണയ്ക്കാനും അതിനൊരു പൂർണ്ണത കൈവരിക്കണമെങ്കിലും എപ്പോഴും റിസർച്ചർ എപ്പോഴും ശരിയായിട്ടുള്ള രീതിയിൽ വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ എത്തിക്കൽ കൺസിഡറേഷൻസ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ദാറ്റ് ഷുഡ് ബി ഫോളോഡ് വൈൽ ഡൂയിങ് ഹ്യൂമൻ അഫയേഴ്സ്. ഹ്യൂമൻ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്തിക്കൽ കൺസിഡറേഷൻ ഈസ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾ. അവിടെ എത്തിക്കൽ കൺസിഡറേഷൻ വളരെ അധികം അത്യാവശ്യമാണ്. ഈ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ്, കുറെ തത്വങ്ങളുടെ മൂല്യങ്ങളുടെ ഒക്കെ കളക്ഷനെയാണ് ഈ എത്തിക്കൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഹിയർ ഈസ്
എ ലീസ്റ്റ് ഓഫ് മോർ ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ കൺസിഡറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, ഇൻഫോംഡ് കൺസെൻറ്റ്, അറിവോടെയുള്ള സമ്മതം. പാർട്ടിസിപ്പൻറ്റിന് നമ്മൾ അറിയിക്കണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം എന്നിട്ട് വേണം അവർ നമ്മളോടുകൂടി പങ്കുചേരേണ്ടത്. അപ്പം ഇൻഫോംഡ് കൺസെൻറ്റ്, അതാണ് അറിവോടെയുള്ള സമ്മതം. പിന്നെ വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, സ്വയമേ ഉള്ള പങ്കാളിത്തം, ആരും നിർബന്ധിച്ചിട്ടല്ല, സ്വന്തം ഇഷ്ടത്താൽ അതിൽ പങ്കാളിയാകുക, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ. ദെൻ നോ ഹാം ടു ദ പാർട്ടിസിപ്പൻസ്, പാർട്ടിസിപ്പൻസിന് ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങളോ ദോഷങ്ങളോ ഉണ്ടാകാതിരിക്കാൻ, ഹാം ടു ദ പാർട്ടിസിപ്പൻസ്. ദെൻ അനോണിമിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ല. അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ അജ്ഞത, അതുപോലെ കോൺഫിഡൻഷ്യൽ, ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ലാതെ വരിക, അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ അനോണിമിറ്റി എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രഹസ്യാത്മകത, ഓരോ കാര്യത്തിനുള്ള ഒരു രഹസ്യാത്മകത, വിശ്വസ്തത. പിന്നെ നോട്ട് ഡിസീവിങ് സബ്ജക്ട്സ്, ഒരാളെയും ചതിക്കാതെ ഇരിക്കുക. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇനി ഓരോന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇൻഫോംഡ് കൺസെൻറ്റ്, അറിവോടെയുള്ള പങ്കാളിത്തം, സമ്മതം. പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ സെക്യൂറിങ് കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ദ ഇൻഫോംഡ് കൺസെൻറ്റ് പ്രൊസീജിയർ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, മറ്റുള്ളവരുടെ വിശ്വസ്തത ആർജിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഇൻഫോംഡ് കൺസെന്റ് ആണ്, അറിവോടെയുള്ള സമ്മതം. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ ഐഡിയ ദാറ്റ് ഇൻവോൾവ്മെന്റ്സ് ഇൻ റിസർച്ച് ഷുഡ് ഹാവ് നോ ഡിറ്റർമിനൽ എഫക്ട്സ് ഓൺ ദ പാർട്ടിസിപ്പൻസ് ഓണർ ദ ഇൻഡിവിജ്വൽസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റെസ്പെക്ട് റിലേഷൻഷിപ്പ് ബോണ്ട്സ് ആൻഡ് പ്രൊമിസസ്. ഇൻഫോംഡ് കൺസെന്റ് ഈസ് എ ക്രിട്ടിക്കൽ പ്രൊസീജിയർ ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ എത്തിക്കൽ ഡയമെൻഷൻ ഇൻ സയന്റിഫിക് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. Informed consent is the process of telling potential research participants about the key elements of a research study and what their participant will involve. അപ്പം അവരെ അറിയിക്കുക എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്, അതിൻ്റെ പ്രാധാന്യത, അതിൽ അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ബന്ധപ്പെടാൻ പോകുന്ന ആ ആളെ മനസ്സിലാക്കുക. അപ്പം അയാൾ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ശരിയായിട്ടുള്ള അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം അയാൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പം അതിനെയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. ഇനി അതിനെ ഒന്നും കൂടി വ്യക്തമാക്കാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് ആ കോളത്തിലുള്ളത്, വായിച്ചു നോക്കുക. സെക്കൻഡ് വൺ, വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, സ്വമേധ ഉള്ള പങ്കാളിത്തം. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ റെഫേഴ്സ് ടു എ ഹ്യൂമൻ റിസർച്ച് സബ്ജക്ട്സ് എക്സസൈസ് ഓഫ് ഫ്രീ വിൽ ഇൻ ഡിസൈഡിങ് വെദർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിസർച്ച് ആക്ടിവിറ്റി. അപ്പോൾ ഒരു റിസർച്ച് ആക്ടിവിറ്റിയിൽ താൻ പങ്കാളിയാകണോ വേണ്ടേന്ന് ആ സബ്ജക്റ്റ് സ്വയം തീരുമാനിക്കുക. അപ്പം അതിനെയാണ് എന്നിട്ട് അതിൽ പങ്കാളിയാകുക, അതിനെയാണ് വോളണ്ടറി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. Putting it in simple terms, voluntary participation refers to the freedom and willingness on part of the informant to participate in any social inquiry. ഏത് സോഷ്യൽ എൻക്വയറിയിലായാലും അയാളുടെ സ്വന്തം സമ്മതത്താലെ, സ്വന്തം ഇഷ്ടത്താലെ അതിന് തയ്യാറായിട്ട് വരുന്നതിനെയാണ് വോളണ്ടറി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നോൺ ഹാം ടു ദ പാർട്ടിസിപ്പൻസ്. വൺ ഓഫ് ദ utmost responsibility of the researcher is to ensure that the participant is not harmed in any ways. അതിൽ പങ്കാളിയായിട്ട് വരുന്ന ആൾക്ക്, ആ റെസ്പോണ്ടന്റിന് അല്ലെങ്കിൽ ആ പാർട്ടിസിപ്പന്റിന് ഒരു രീതിയിലുള്ള ഉപദ്രവമോ ദോഷമോ വരാതെ ഇരിക്കുക. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളായിട്ട് എടുക്കേണ്ടത് റിസർച്ചറാണ്. റിസർച്ചർ എൻഷുർ ചെയ്യണം, എന്നെ കൂടി സഹകരിക്കണം, അയാൾക്ക് ഒരു രീതിയിലുള്ള ദോഷവും എന്നിൽ നിന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ റിസർച്ചിൽ നിന്നും ഉണ്ടാവില്ല എന്ന് അയാൾക്ക് ബോധ്യം വരുത്തണം. ആസ് മെൻഷൻഡ് അബൌവ്, ദ റെസ്പോണ്ടന്റ് മേ റിവീൽ പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ഹിസ് പേഴ്സണൽ ലൈഫ്. വെരി ഓഫൺ
The respondents are asked to reveal deviant behavior or demeaning personal characteristics. അപ്പം നമ്മൾ ആ ഇൻഫോർമെന്റിന് അല്ലെങ്കിൽ റെസ്പോണ്ടന്റിന് ചിലപ്പോൾ അയാളുടെ സ്വഭാവത്തിൽ പല വൈകല്യങ്ങളും ഉണ്ടാവും. നമ്മൾക്കത് അത്യാവശ്യമായതുകൊണ്ട് നമ്മോട് അവർ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ അയാൾക്ക് ദോഷമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാനോ വെളിപ്പെടുത്താനോ പാടില്ല. അതിൻ്റെ ആ രഹസ്യത നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതാണ് നോ ഹാം ടു ദ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അനോണിമിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ടേക്കിംഗ് ഫോർവേഡ് ദ അബവ് സ്റ്റേറ്റഡ് പോയിന്റ് ദാറ്റ് ഈസ് കോസിംഗ് നോ ഹാം ടു ദ റെസ്പോണ്ടന്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ദ ഐഡന്റിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. അപ്പൊ റെസ്പോണ്ടന്റിന് ഒരു ഉപദ്രവം ഉണ്ടാകാതെ നോക്കുക, ഒരു ദോഷം ഉണ്ടാകാതെ നോക്കുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ദ ഐഡന്റിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. റെസ്പോണ്ടന്റിന്റെ ഐഡന്റിറ്റിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, സംരക്ഷിക്കുക എന്നാണ് അത് മീൻ ചെയ്യണത്. ഡ്യൂറിങ് ദ ഇന്റർവ്യൂ ഓർ വൈൽ റെസ്പോണ്ടിങ് ടു ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്വസ്റ്റ്യനെയർ ദ റെസ്പോൺസസ് മേ ഇൻജോർ ആൻഡ് റിസ്ക് ദയർ റെപ്യൂട്ടേഷൻ ടു സേവ് ദ റെസ്പോണ്ടന്റ്. അപ്പൊ ചിലപ്പോഴൊക്കെ ചില ക്വസ്റ്റ്യനെയറിൽ ചില കാര്യങ്ങൾക്ക് അവർ ഉത്തരം നൽകുമ്പോൾ അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വല്ല കാര്യങ്ങളും അതിലുണ്ടാവും. ടു സേവ് ദ റെസ്പോണ്ടന്റ് ഫ്രം any kind of discomfort or embarrassment, and at the same time not compromising with the data and findings, the researcher may resort to anonymity and കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന പോലെ തന്നെ റിസർച്ചർ മുന്നോട്ട് പോകണം. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പേര് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം പേര് നൽകാതെ ക്വസ്റ്റ്യനെയർ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ആരാണ് എഴുതിയതെന്ന് മനസ്സിലാവാതെ വരും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഹവർ അനോണിമിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആർ നോട്ട് ബി ട്രീറ്റഡ് ആസ് സിനോണിമസ്. അത് സിനോണിമസ് വിപരീതമായിട്ടുള്ള പദങ്ങളായിട്ടല്ല, അത് ഒരു അത്യാവശ്യത്തിന് ആ രഹസ്യം അതിനെ അറിയാത്ത രീതിയിൽ അജ്ഞാതമാക്കി വെക്കുക. Anonymity is ensured when the researcher cannot identify a given response with a given respondent. ഇനി അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, അത് സ്വകാര്യതയാണ്, രഹസ്യമായിട്ട് വെക്കുക. അത് സംതിങ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസവും സ്വകാര്യമായിട്ടുള്ളതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതല്ല. അങ്ങനെയുള്ളതിനെയാണ് അത് ഓപ്പൺ ആക്കാൻ പാടില്ല. അങ്ങനെയുള്ളതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇൻ എ കോൺഫിഡൻഷ്യൽ സർവേ ദ ഐഡന്റിറ്റി ഓഫ് ദ റെസ്പോണ്ടന്റ് ഈസ് നോൺ ടു ദ റിസർച്ചർ, ഹവർ ഹി ഡസൻ മേക്ക് ഇറ്റ് പബ്ലിക്. അപ്പോൾ ഒരു സർവേയിൽ അയാൾ ഒരു റെസ്പോണ്ടന്റിന്റെ കാര്യങ്ങൾ ഐഡന്റിറ്റിയൊക്കെ നമ്മൾ ഒരിക്കലും അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെയാണ് റിസർച്ചർ വെക്കേണ്ടത്. അത് പബ്ലിക് ആക്കാൻ പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി pertains to the understanding between the researcher and the participant that guarantee sensitive or private information will be handled with the utmost care. പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവനവനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും അവരവരുടേതായ കാര്യങ്ങൾ, അപ്പൊ അതിൻ്റെ ആ പ്രാധാന്യത മനസ്സിലാക്കിയിട്ട് അതിനെ റിസർച്ചർ വളരെ വിശ്വാസപൂർവം സൂക്ഷിക്കുക. അതിനെ പബ്ലിക് ആക്കാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. അതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി കോൺഫിഡൻഷ്യാലിറ്റി ഈസ് റൂട്ടഡ് ഇൻ ട്രസ്റ്റ്. വിശ്വാസത്തിലാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി റൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് അനോണിമിറ്റി ദ റെസ്പോണ്ടന്റ് ഈസ് നോട്ട് നോൺ ടു ദ റിസർച്ചർ ആൻഡ് പബ്ലിക്. അപ്പൊ ഇൻ കേസ് ഓഫ് അനോണിമിറ്റിയിൽ പറയണമെങ്കിൽ ദ റെസ്പോണ്ടന്റ് ഈസ് നോട്ട് നോൺ ടു ദ റിസർച്ചർ ആൻഡ് പബ്ലിക്. റിസർച്ചർക്കോ പബ്ലിക്കിനോ റെസ്പോണ്ടിനെ അറിയാൻ പാടില്ലാത്ത ആ ഒരവസ്ഥ, അതിനെയാണ് അനോണിമിറ്റി എന്ന് പറയുന്നത്. മറ്റത് അറിഞ്ഞിട്ടും അത് വിശ്വാസമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ പബ്ലിക്കാക്കാതെ അതിൻ്റെ ഫുൾ രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണതിനാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് അനോണിമിറ്റി the respondent is not known to the researcher and public. In order to keep the data confidential, the researcher replaces all names and addresses with identification numbers. അപ്പോൾ കോൺഫിഡൻഷ്യൽ ആക്കാൻ വേണ്ടി റിസർച്ചർ പലപ്പോഴും അയാളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ ഐഡന്റിഫിക്കേഷൻ നമ്പേഴ്സ് ഒക്കെ മാറ്റാറുണ്ട്. എ മാസ്റ്റർ ഐഡന്റിഫിക്കേഷൻ ഫയൽ ഈസ് ക്രിയേറ്റഡ് ലിങ്കിങ് നമ്പേഴ്സ് ടു നെയിംസ് ടു പെർമിറ്റ് ദ ലേറ്റർ യൂസ്. പിന്നീട് യൂസ് ചെയ്യാൻ ഒരു മാസ്റ്റർ ഐഡന്റിഫിക്കേഷൻ ഫയൽ ക്രിയേറ്റ് ചെയ്യും, വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് വ്യക്തമാകില്ല. വിച്ച് മേ ബി യൂസ്ഡ് ഫോർ കറക്റ്റിംഗ് എനി മിസ്സിംഗ് ഓർ കോൺട്രഡിക്ടറി ഇൻഫർമേഷൻ. ഇനി നോട്ട് ഡിസീവിങ് സബ്ജക്ട്സുകളെ
ചതിക്കാതിരിക്കുക, വഞ്ചന ഉണ്ടാവാതിരിക്കുക. റിസർച്ച് നോട്ട് ഓൺലി ഇൻവോൾവ്സ് ethical consideration about the subject's identity, but also pose concern regarding researcher's own identity as a researcher. Sometimes the researcher is very vocal and clear about his work and identity in the field, and this facilitates the researcher to go about the exercise of doing research. Sometimes the researcher has no choice but to hide his identity and move ahead with the research work discreetly. Now, when the researcher hides his identity to take forward his research assignment, it raises ethical consideration. ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് അയാളുടെ ഐഡന്റിറ്റി ഒളിപ്പിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെയാണ് എത്തിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ റേസ് ചെയ്യുക. റിസീവിങ് പീപ്പിൾ ഈസ് അൺഎത്തിക്കൽ. അപ്പോൾ അങ്ങനെ ആളുകളെ പറ്റിക്കുക എന്നുള്ളത് അത് അൺഎത്തിക്കൽ. ആൻഡ് വിത്തിൻ സോഷ്യൽ റിസർച്ച് വൺ നീഡ് ടു ഹാവ് എ സ്ട്രോങ് റീസൺ ഓർ ലോജിക് ടു ജസ്റ്റിഫൈ ഡിസെപ്ഷൻ. അപ്പോൾ ഓരോരുത്തർക്കും അവനേൻ്റെതായ ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ കാര്യം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ എങ്ങനെയായാലും അൺഎത്തിക്കൽ വേ ഒന്നും റിസർച്ചിൽ പാടില്ല. ഈവൻ ദെൻ ദ ജസ്റ്റിഫിക്കേഷൻ വിൽ ബി ആർഗ്യുബിൾ. Many a times a researcher may reveal his own identity but chooses not to disclose about the aim or goal of research. ചില സമയത്തൊക്കെ റിസർച്ച് അയാളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാറുണ്ട്, പക്ഷേ അയാളുടെ എയിം അല്ലെങ്കിൽ ഗോളൊന്നും അത്ര വെളിപ്പെടുത്താറില്ല. Many a times the researcher may hide the exact use to what the data may be put to. The researcher fears that if the discloses the aim of his study or the purpose to which the data would be put to, people may not like to participate or the respondent may not report the correct information. ഇനി അയാളുടെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ അയാളുടെ മറ്റ് ഐഡന്റിറ്റികളോ വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ റെസ്പോണ്ടൻസ് ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരും എന്നൊരു ഭയവും ചിലപ്പോൾ ഒക്കെ റിസർച്ചർക്ക് ഉണ്ടാകാറുണ്ട്. ലൈയിങ് അബൌട്ട് റിസർച്ച് പർപ്പസസ് ഇസ് റിലേറ്റീവ്ലി കോമൺ ഇൻ ലാബോറട്ടറി എക്സ്പെരിമെന്റ്. It is quite tough to conceal the fact that you are undertaking a research. However, it is far simple and less complicated not to disclose the purpose of inquiry. However, it is far simple and less complicated. അപ്പോൾ സിമ്പിളും ആണ് ലെസ് കോംപ്ലിക്കേറ്റഡും ആണ് എന്ത് ചെയ്താൽ ടു ഡിസ്ക്ലോസ് ദ പർപ്പസ് ഓഫ് എൻക്വയറിയുടെ പർപ്പസ് വെളിപ്പെടുത്തുക. അത് തന്നെയാണ് നല്ല രീതി. അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. എ സോഷ്യൽ റിസർച്ചർ ഹാസ് എ നമ്പർ ഓഫ് എത്തിക്കൽ ഒബ്ലിഗേഷൻസ് ടു ദ സബ്ജക്ട് ഓഫ് ഹിസ് സ്റ്റഡി. ഒരു സോഷ്യൽ റിസർച്ചർക്ക് എ നമ്പർ ഓഫ് എത്തിക്കൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാകാറുണ്ട് ടു ദ സ്റ്റഡി ടു ദ സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി. It is not only towards the respondents that the researcher has ethical obligation, but he has ethical obligation to his colleagues in the scientific community. അപ്പോൾ ഈ എത്തിക്കൽ ഒബ്ലിഗേഷൻസ് റെസ്പോണ്ടൻസിനോട് മാത്രമല്ല റിസർച്ച് കാണിക്കേണ്ടത്, അതുപോലെ തന്നെ എത്തിക്കൽ ഒബ്ലിഗേഷൻസ് അയാളുടെ സഹപ്രവർത്തകരോടും കമ്മ്യൂണിറ്റി സയന്റിഫിക് കമ്മ്യൂണിറ്റിയോടും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദ റിസർച്ചർ ഓൾസോ ഹാസ് സം ഒബ്ലിഗേഷൻസ് ടവേഴ്സ് ദ റീഡേഴ്സ് ടു. അതുപോലെ തന്നെ റീഡേഴ്സിനോടും ചില ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഇൻ മോസ്റ്റ് കേസസ് ദ റിസർച്ചർ സ്കിപ്സ് റിപ്പോർട്ടിംഗ് ദ നെഗറ്റീവ് ഫൈൻഡിങ്സ്. അധികം കേസസിലും റിസർച്ചർ അയാളുടെ നെഗറ്റീവ് ഫൈൻഡിങ്സ് ഒക്കെ മറച്ചു വെക്കാറുണ്ട്. റിസർച്ചർ ഈസ് മോർ കീൻ ആൻഡ് ഇൻക്ലൈൻ ടു റിപ്പോർട്ട് ഓൺലി ദ പോസിറ്റീവ് ഡിസ്കവറീസ്. പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കവറീസ് മാത്രം വെളിപ്പെടുത്തുക, മറ്റത് മറച്ചു വെക്കുക എന്നുള്ളൊരു ട്രെൻഡ് ഉണ്ട് റിസർച്ചിന്റെ ഇടയ്ക്ക്. ദിസ് മേ ടോട്ടലി മാർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി ആൻഡ് റിസർച്ച്. അത് ആ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും ഉദ്ദേശത്തിനെ തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയായിട്ട് മാറും. ഇഫ് ഹിസ് ഹൈപ്പോത്തിസിസ് ഇൻ റിജക്റ്റഡ് ഓർ ചലഞ്ച്ഡ് ഇൻ ദ ഫീൽഡ്, ദ റിസർച്ചേഴ്സ് മസ്റ്റ് നോട്ട് ഷൈ ഫ്രം റിപ്പോർട്ടിംഗ് ഇറ്റ്. പിന്നെ അയാളുടെ ഹൈപ്പോത്തിസിസോ അല്ലെങ്കിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഒട്ടും മടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദ റിസർച്ചേഴ്സ് മസ്റ്റ് നോട്ട് ഷൈ ഫ്രം റിപ്പോർട്ടിങ് ഇറ്റ്. അത് അയാൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ എവിടെയെങ്കിലും വെച്ച് മാറ്റങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ തൻ്റെ ഹൈപ്പോത്തിസിസ് ഇടക്കാലങ്ങളിൽ അതിനെ റിജക്റ്റ് ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ചലഞ്ച്ഡ് ഇൻ ദ ഫീൽഡ് ആണെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. ദ റിസർച്ചർ ഈസ് ഓൾവേസ് ട്രൈയിങ് ടു സിറ്റുവേറ്റ് ഹിസ് ഫൈൻഡിങ്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് കെയർഫുള്ളി പ്രീ-പ്ലാൻഡ് അനാലിറ്റിക്കൽ സ്ട്രാറ്റജി. വെൻ ദാറ്റ് ഈസ് നോട്ട് the case, many findings arrive unexpectedly or at chance discoveries, even though they seem obvious in retrospect.
The researchers must be honest in telling the truth about all the pitfalls and the problems experienced by him in course of undertaking the research. ആ റിസർച്ച് ഗവേഷണം നടത്തുന്നതിനിടക്ക് അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്ന്, ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്ന്, അതെല്ലാം വെളിപ്പെടുത്താൻ ഒട്ടും മടിക്കേണ്ടതായിട്ടില്ല. ദീസ് ഓണസ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് ആക്ടിവിറ്റീസ് മേ മേക്ക് ദ വർക്ക് ഈസി ഫോർ ഫ്യൂച്ചർ റിസർച്ചേഴ്സ്. ഫ്യൂച്ചർ റിസർച്ചിന് ഇങ്ങനെ ഈ ഓണസ്റ്റ് സത്യസന്ധതയോടുകൂടിയുള്ള റിസർച്ച് വർക്ക് മറ്റ് പിന്നീട് വരുന്ന റിസർച്ചേഴ്സിന്, ഗവേഷകർക്ക് അതൊരു സഹായമായിട്ടുള്ള കാര്യമായിട്ട് മാറും. ഇനി ഇവിടെ കുറെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് വന്നിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻസും ആണ് ഇനിയത്. ഇവിടെ ഓണസ്റ്റി, സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മസ്റ്റ് ടു അച്ചീവ് ഓണസ്റ്റി ഇൻ ഓൾ സയൻസ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ്. എല്ലാ സയൻസ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷനിലും ഓണസ്റ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. സയന്റിസ്റ്റ് മസ്റ്റ് ഓണസ്റ്റ്ലി പ്രസന്റ് ഇൻഫോർമേഷൻ ഓൺ ദ ഡാറ്റ, റിസൾട്ട്സ്, റിസർച്ച് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് പബ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, ഡാറ്റയിൽ, റിസൾട്ട്സിൽ, റിസർച്ച് മെത്തേഡ്സിൽ, പ്രൊസീജിയേഴ്സിൽ, പബ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ, എല്ലായിടത്തും അവിടെ സത്യസന്ധത പുലർത്തണം. ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു ഫോൾസിഫൈ ആൻഡ് ഡിസോർട്ട് ദ ഡാറ്റ ടു ഡിസീവ് കൊളീഗ്സ്, ഏജൻസീസ്, എയ്ഡിങ് ഗ്രാൻസ് ഓർ ദ പബ്ലിക്. അതുപോലെ ഇറ്റ് ഈസ് ഫോൾസിഫൈ ആൻഡ് ഡിസോർട്ട് ദ ഡാറ്റ മാറ്റുക, അല്ലെങ്കിൽ മറ്റുള്ള തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെ ചതിക്കുക, അല്ലെങ്കിൽ എയ്ഡ് തരുന്ന അവരെ പറ്റിക്കുക, പബ്ലിക്കിനെ, എയ്ഡിങ് ഗ്രാൻസ് ഏജൻസീസിനെയൊക്കെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് റിസർച്ചിന്റെ ഫീൽഡിൽ. ഹോണസ്റ്റി എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. അതുപോലെ ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠത, പാർഷ്യലി ഷുഡ് ബി അവോയ്ഡഡ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ദ റിസർച്ച് സ്റ്റേജസ്, പ്ലാൻ, അനലൈസിംഗ് and interpreting data, as well as evaluating the work of colleagues, recruiting the staff, writing application for the award of grants, giving expert testimony ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ദ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിലും ഒബ്ജക്ടിവിറ്റി ഈസ് എസെൻഷ്യൽ. വസ്തുനിഷ്ഠത ഒബ്ജക്ടിവിറ്റിയിൽ എപ്പോഴും അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ടു ട്രൈ അവോയ്ഡ് പാർഷ്യാലിറ്റി ആൻഡ് സെൽഫ് ഡിസെപ്ഷൻ. അതുപോലെ ഡിസെപ്ഷൻ, സെൽഫ് ഡിസെപ്ഷനൊക്കെ ഒഴിവാക്കുക എന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. ഇനി അടുത്തത് എന്താണ്? മൊറാലിറ്റി. എപ്പോഴും ധാർമ്മിക ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൂഡൻസ്, വിവേകം ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കാനും കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ആ പ്രൂഡൻസ്. അതുപോലെ ഓപ്പൺനെസ്, അടുത്ത ക്വാളിറ്റി. പിന്നെ റെസ്പെക്ട് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിനോട് എപ്പോഴും റെസ്പെക്ട് ഉണ്ടാക്കണം. കോപ്പി റൈറ്റ്സ്, റെസ്പെക്ട് പാറ്റൻസ്, കോപ്പി റൈറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇതെല്ലാം വളരെ ബഹുമാനപുരസ്സരമായിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റിഗേറ്റർ മസ്റ്റ് സേവ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ such as articles submitted for publication, records of employees, professional or മിലിറ്ററി സീക്രട്സ് ആൻഡ് ദ റെക്കോർഡ്സ് ഓഫ് പേഷ്യൻസ് ഹെൽത്ത് സ്റ്റോറീസ്. ഇവിടെയൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ മാന്യതയോടുകൂടി തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ റെസ്പോൺസിബിൾ publication. The researcher should publicize the results of the research for the sake of science and scientific research and not for the benefit of his career. അതാണ് റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ. പിന്നെ റെസ്പോൺസിബിൾ മാനേജ്മെന്റിന്റെ എല്ലാ കാര്യത്തിലും റിസർച്ചർ ഷുഡ് ഹെൽപ്പ് എഡ്യൂക്കേറ്റ് സ്റ്റുഡൻസ്, ഗൈഡ് ആൻഡ് അഡ്വൈസ് ദം ഇൻ ഓർഡർ ഓഫ് ദെയർ വെൽ ബീയിങ് ആൻഡ് അലൗ ദംസെൽസ് ടു മേക്ക് ഡിസിഷൻസ്. പിന്നെ റെസ്പെക്ട്സ് ഫോർ കൊളീഗ്സ്, തൻ്റെ സഹപ്രവർത്തകരെ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് തനിക്കും സൊസൈറ്റിക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ആൻറ്റി ഡിസ്ക്രിമിനേഷൻ, ഓരോരുത്തരും സെക്സ്, റേസ്, നാഷണാലിറ്റി, അതുപോലെ അതർ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് സയൻറ്റിഫിക് എക്സലൻസ്, അതിലൊക്കെ ഓണസ്റ്റി ഉണ്ടായിരിക്കണം. ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ പാടില്ല. അത് റിസർച്ചർ മസ്റ്റ് അവോയ്ഡ് discrimination against students or colleagues of sex, race, nationality, etc. ഇനി കോമ്പിറ്റൻസ്, കഴിവുണ്ടായിരിക്കണം എപ്പോഴും. റിസർച്ചർ മസ്റ്റ് മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് ഓൺ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ത്രൂ ലൈഫ് ലോങ് ലേണിംഗ് കൂടി അവൻ്റെ കഴിവ് എപ്പോഴും റിസർച്ചർ വളർത്തിക്കൊണ്ടിരിക്കണം. ആൻഡ് ടേക്ക് മെഷർ ടു പ്രൊമോട്ട് കോമ്പിറ്റൻസ് ഇൻ സയൻസ്. സയൻസിൽ ഏറ്റവും കഴിവുള്ളവരാകാനായിട്ട്, മുന്നോട്ട് വരാനായിട്ടുള്ള കഴിവ് എപ്പോഴും ആർജിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ലെജിറ്റിമസി, നിയമസാധ്യത. റിസർച്ചർ മസ്റ്റ് ഹാവ് നോളജ് ഓഫ് റെലവൻറ്റ് ലോസ് ഫോർ ഹിസ് or her work as well as institutional, government
policies and comply with them. പിന്നെ ലാസ്റ്റ് സെക്യൂരിറ്റി ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ സെക്യൂരിറ്റി അത് ഇൻവോൾവ് ചെയ്യണം. കണ്ടക്ടിങ് സയന്റിഫിക് റിസർച്ച് വിത്ത് ഹ്യൂമൻ ബീയിങ്സ് വൺ മസ്റ്റ് സ്ട്രൈവ് ടു മിനിമൈസ് ദ ഡാമേജ് ആൻഡ് ദ റിസ്ക് ആൻഡ് ദ മാക്സിമൈസ് ദ ബെനിഫിറ്റ്. അതാണ് ഇവിടെ ഇത്തരം ക്വാളിറ്റീസ് എല്ലാം അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ കോഴ്സും ഇതോടുകൂടി അവസാനിക്കുകയാണ്. VSOE 144 റീഡിംഗ് എത്നോഗ്രഫി എന്നുള്ള കോഴ്സ് ഇതോടുകൂടി അവസാനിക്കുകയാണ്.